എന്തായി സച്ചേട്ടാ? എന്താവാനാ സാവിത്രി, നമ്മൾ പ്രതീക്ഷിച്ചു തന്നെ സംഭവിച്ചു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? അവന്റെ കയ്യിലിരിപ്പിന് കിട്ടിയ ശിക്ഷയല്ലേ? അവന്റെ മാത്രമാണോ തെറ്റ്? അവൻ ഇങ്ങനെ ആവാൻ കാരണം എന്താ? ഒരിക്കൽ മഞ്ചാടിയുടെ ഗോകുലിന്റെ എൻഗേജ്മെന്റ് വരെ ഫിക്സ് ചെയ്തിരുന്നതല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ അതിൽ നിന്നൊക്കെ അവൻ സ്വമേധയാ പിന്മാറിയതായിരുന്നില്ലേ സഹോദരി? പിന്നെന്തിനാ അവൻ മനസ്സിൽ പക സൂക്ഷിച്ച് ആ പയ്യനോട് ഇങ്ങനെയൊക്കെ കാണിച്ചത്? അവന് ഒരാണല്ലേ സച്ചേട്ട, അവളെ എല്ലാത്തിനും കാരണം ആ മഞ്ചാടി. എന്നിട്ട് അവസാനം ശരിയാ, അവസാനം അവൾ ഗോകുലിനെ വെല്ലുവിളിച്ചിട്ട് പോയി. എന്നിട്ട് അവന്റെ മുമ്പിലൂടെ അവനും അവളും കൂടെ തലയുയർത്തി നടക്കുമത്രേ. അതിനുള്ള ഭാഗ്യം ദൈവങ്ങൾക്ക് കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അനന്തമാഷിനെ ഓർത്തിട്ട, അല്ലെങ്കിൽ ഗോകുലിനെ കൊണ്ട് ഞാനൊന്ന് ഏറ്റു പറയിക്കില്ലായിരുന്നു. ആ മനുഷ്യനെ ഓർത്തിട്ട് തന്നെയാ സാവിത്രി ഞാനും അവനുമൊക്കെ ഇതുപോലെ സ്വയം ബലിയാടായത്. പക്ഷെങ്കിൽ അതിന്റെ പുണ്യം ദൈവം നമുക്ക് തരും. വക്കീൽ എന്തു പറഞ്ഞു? നാളെ തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ പോകും. പോലീസ് എതിർത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജാമ്യം അനുവദിച്ചു കിട്ടും. ഗോകുൽ ചെന്ന് നേരിട്ട് സറണ്ടർ ആയതുകൊണ്ട് പോലീസ് അങ്ങനെ ഒബ്ജക്ഷൻ വെക്കാൻ സാധ്യതയില്ല. അതിനിടയിൽ ആ ജീവൻ രാജന്റെ കാര്യത്തിൽ ഒരുപക്ഷെ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചു പോയെന്ന് പോലീസ് കണ്ടെത്തിയാലാണ് പ്രശ്നം.